പ്രവാസ ജീവിതത്തിലേക്ക് ആയാലും ശരി, വീട് വിട്ട് പുറത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോഴേ നമ്മളുണ്ടാക്കുന്ന കാശ് നമ്മൾക്ക് പ്രയോജനപ്പെടണം. ഈ ചുമ്മാ കണ്ട പെണ്ണുങ്ങൾക്ക് എല്ലാം കൊണ്ട് കൊടുത്ത് ഇപ്പം അവളുടെ ബർത്ത്ഡേക്കും ഗിഫ്റ്റ് മേടിച്ചു കൊടുത്ത് അവൾക്ക് കുറെ കാശും കളഞ്ഞ്, അല്ലെ അവിടെ ആവശ്യങ്ങൾക്ക് കൊണ്ടു കിടന്ന് ഭക്ഷണം മേടിച്ചു കൊടുത്ത്, അല്ലെ ഒക്കെ ഇത് നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ ഓക്കെ, നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ അല്ലെ കളയുന്നതൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന പറയാം. വെറുതെ പച്ച വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോകും. നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നാട്ടിലെ പ്രാരാബ്ദങ്ങളൊക്കെ തീർക്കാനാണ് ഒട്ടുമിക്ക പ്രവാസികളും കടൽ കടക്കുന്നത്. കടം മേടിച്ചും വിറ്റുപെറുക്കിയും ഒക്കെയാണ് പലരും ഇത്തരത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ തേടി പോകുന്നത്. സാമ്പത്തിക ബാധ്യത തീർക്കാനായി രാപകൽ കഷ്ടപ്പെട്ട് കിട്ടുന്ന പണമെല്ലാം സ്വരുക്കൂട്ടി വെച്ച് അവർ നാട്ടിലേക്ക് അയക്കും. അങ്ങനെ കടബാധ്യതകളെല്ലാം ഒരുവിധം ഒതുങ്ങിക്കഴിയുമ്പോൾ ചിലർ ജീവിതമങ്ങ് ആഘോഷമാക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയാം, ചിലരുടെ കാര്യം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ പ്രവാസികളും ഇത്തരത്തിലാണെന്ന് വാദിക്കുന്നില്ല. എന്നാൽ പ്രവാസ ജീവിതം ഇത്തരത്തിൽ ആഘോഷമാക്കുമ്പോൾ പല ചതിയും പറ്റിയേക്കാം. കയ്യിൽ പിന്നെ 5 പൈസ കണ്ടെന്ന് വരില്ല. ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ഒറ്റയടിക്കങ്ങ് തീർന്നു കിട്ടുകയും ചെയ്യും. പണമുള്ളപ്പോൾ ആഘോഷിക്കാനും കൂടെ കൂടാനും പലരും കാണും. പക്ഷേ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പല പ്രവാസികളും ഒറ്റയ്ക്കാണ്. പിന്നെ നാട്ടിൽ നിന്ന് പോയതിന്റെ ഇരട്ടി ബാധ്യതയും ഇതുവഴി പലർക്കും ഇത്തരത്തിൽ വന്നു ചേരാം. നിങ്ങളുടെയൊക്കെ തന്നെ പരിചയത്തിൽ ഇത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും. നിങ്ങൾ കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ പണമാണ്. അത് സൂക്ഷിച്ചും കണ്ടും ചിലവാക്കിയില്ലെങ്കിൽ നാട്ടിലുള്ള നിങ്ങളുടെ കുടുംബം തന്നെ നിങ്ങളെ തള്ളിപ്പറയുന്ന അവസ്ഥ വന്നേക്കാം. ഒടുക്കം നാട്ടിലെത്തി കയ്യിൽ പൈസയില്ലാതെ വീണ്ടും കടം മേടിച്ച് ഇത് തിരിച്ചടയ്ക്കാനാകാതെ പലരും ജീവനൊടുക്കിയ സംഭവങ്ങളും നമ്മൾക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് പ്രവാസികളെ, നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അത് ചുമ്മാ കളഞ്ഞു കുളിക്കരുത്. ഇത്തരത്തിൽ പ്രവാസികൾക്കുള്ള ഒരു മുന്നറിയിപ്പ് വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. മോഹൻ ജോളി വർഗീസ് എന്ന പ്രവാസിയായ ഒരു ബ്ലോഗറാണ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോഴും ഒരു പ്രവാസിയാണെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാകാം അദ്ദേഹം നേരിൽ കണ്ട കാഴ്ചകളും സംഭവങ്ങളും എല്ലാം പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രവാസികൾ ഇത് കേൾക്കുക. ഇനി ഒരു പ്രവാസിയും ഇത്തരത്തിൽ ചതിയിൽപ്പെടാതെ ഇരിക്കട്ടെ. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോപ്പിംഗ് മാളിൽ വൈകിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയി. അതൊരു നോർമൽ വർക്കിംഗ് ഡേ ആയിരുന്നു, അവധി ദിവസങ്ങളൊന്നും അല്ലായിരുന്നു. അത്യാവശ്യം ഷോപ്പിംഗ് മാളിൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ ഒരു 1-2 മണിക്കൂർ ഏകദേശം ഞാൻ പല കടകളിലായിട്ട് സാധനങ്ങൾ മേടിച്ചൊക്കെ നിൽക്കുമ്പോൾ പല പ്രാവശ്യമായിട്ട് 1-2 ഇന്ത്യൻസിനെ, 1-2 3-4 ഇന്ത്യൻസിനെ മറ്റ് രാജ്യത്തുള്ള പെണ്ണുങ്ങളുമായിട്ട്, അതായത് ഇന്ത്യക്കാരായ ആണുങ്ങളും മറ്റു രാജ്യത്തുള്ള പെണ്ണുങ്ങളുമായിട്ട് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കണ്ടു. അവരിങ്ങനെ പല കടകളിൽ കയറുന്നു, ഷോപ്പ് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ പോകുന്നു. സ്നേഹബന്ധമായിരിക്കാം, അല്ലെ സെറ്റപ്പ് ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. അത് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പം റിപ്പീറ്റഡായിട്ട് പല ആൾക്കാരെയും കണ്ടപ്പോൾ ഒരു 6-7 മാസം മുമ്പ് നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കാൻ ഇടയായി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നാട്ടിലുള്ളൊരു പയ്യൻ, അവന് ഗൾഫിലാണ്. ഈ കോവിഡ് കഴിഞ്ഞ ഒരു സമയത്ത് അവൻ നാട്ടിൽ ചെന്നു. അത് കഴിഞ്ഞ് അവൻ തിരിച്ച് ഗൾഫിൽ വന്നു കഴിഞ്ഞ പിന്നെ അവനെപ്പറ്റി വലിയ വിവരങ്ങളൊന്നുമില്ല. ഫോണിലൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കൂടെയുള്ള ആൾക്കാരൊക്കെ അന്വേഷിച്ചപ്പോഴും അവനെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ആർക്കും ഇല്ല. അവൻ ഏതോ ഒരു വീട്ടിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യണം. അങ്ങനെ അവരുടെ വീട്ടിൽ വലിയ ബഹളമാവുകയും അവർ പല രീതിയിൽ അത് അന്വേഷിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് നാട്ടിലുള്ള എൻ്റെ ഈ സുഹൃത്ത് എന്ന് പറയുന്ന പയ്യനെ സ്ഥിരമായി വിളിച്ച് അവരുടെ വീട്ടിൽ ഭയങ്കര കരച്ചിലും ബഹളമായി. അങ്ങനെ ഇവനും കുറച്ച് സുഹൃത്തുക്കളും ചേർന്ന് എന്തുവായാലും ഇവൻ എവിടാണ്, എന്ത് പറ്റിയെന്ന് തപ്പിപ്പിടിക്കാമെന്ന് കരുതി ഇവൻ താമസിച്ച സ്ഥലത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു അവൻ അവിടുന്ന് താമസം മാറിയിട്ട് കുറേ നാളായി എന്ന് പറഞ്ഞു. അങ്ങനെ പലയിടത്തായിട്ട് അവർ അന്വേഷിച്ച് നടന്നു. അപ്പോൾ ഈ അന്വേഷണത്തിന്റെ ഫലമായിട്ട് ലഭിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വേറൊരു രാജ്യത്തുള്ളൊരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു എന്ന് പലരിൽ നിന്ന് അറിഞ്ഞു. അപ്പം ഇവനൊരു ഡ്രൈവറാണ്. ഈ ഡ്രൈവർ ഒരു കമ്പനിയിലെ ഡ്രൈവറാണ്. അപ്പം ഡ്യൂട്ടി കഴിഞ്ഞ് മിക്കവാറും സമയങ്ങളിൽ ഇവന് സ്വന്തമായി വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ ഈ പെണ്ണുമായിട്ട് ഫുൾ ടൈം കറക്കമാണ്. അപ്പം പിന്നെ ആൾക്കാർ അന്വേഷിക്കാൻ തുടങ്ങി. പിന്നെ ഒടുക്കം ഇവനെ കണ്ടുകിട്ടി. ഒരു വലിയൊരു പരിശോധന ശേഷം ഇവനെ കണ്ടുകിട്ടി. ഇവൻ വേറൊരു സ്ഥലത്ത് ശരിക്കും പറഞ്ഞാൽ ഒളിച്ച് താമസിക്കുകയാണ്. ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചു വന്നപ്പോൾ ഇവന്റെ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു. ഇവന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ
ഈ പെൺകുട്ടി പെട്ടെന്ന് അവിടെ നാട്ടിലേക്ക് പോകണമെന്ന് പറയുകയും അവിടെ നാട്ടിൽ ഇച്ചിരി സാമ്പത്തിക പ്രശ്നം ഉണ്ടെന്ന് പറയുകയും ചെയ്തപ്പോൾ ഇവൻ ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്ന് കുറച്ച് കാശ് കടം മേടിച്ച് പലരിനായിട്ട് കടം മേടിച്ച് ഏറ്റവും ലാസ്റ്റ് ഇവൻ കാണിച്ച മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ സ്വന്തം പാസ്പോർട്ട് ഇവൻ പണയം വെച്ച് കുറച്ച് കാശെടുത്ത് ഈ പെൺകുട്ടിയുടെ കൊടുത്തു. അങ്ങനെ ഈ പെൺകുട്ടി അവിടെ നാട്ടിലേക്ക് പോയി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഇവന് പറഞ്ഞു അവിടെ വീട്ടിലെ ഭയങ്കര പ്രശ്നമാണ്, അവിടെ അപ്പൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, അവളെയും കൊണ്ട് നിർബന്ധിച്ച് വേറൊരു വിവാഹത്തിന് നിർബന്ധിച്ചു. അങ്ങനെ ഞാൻ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ ഫോട്ടോ എല്ലാം കൂടെ ചേർത്ത് അയച്ചു കൊടുത്തു. അവന് ഭയങ്കര വിഷമമായി പോയി. അവിടെ ബുദ്ധിമുട്ട് അവൻ മനസ്സിലാക്കി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവനൊരു കാര്യം പിടികിട്ടി. അവിടെ മറ്റ് സുഹൃത്തുക്കളിൽ നിന്ന് അവനൊരു കാര്യം പിടികിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം കഴിച്ച പയ്യനുമായിട്ട് ഈ പെണ്ണ് വർഷങ്ങളായിട്ട് സ്നേഹബന്ധത്തിലാണ്. അവരൊക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ളത് കാരണമാണ് ഇവള് വിദേശത്തേക്ക് ജോലിക്ക് വന്നത്. ഇവിടുന്ന് മാക്സിമം കളക്ട് ചെയ്യാവുന്ന എല്ലാവിധമായ രീതിയിലും കാശ് കളക്ട് ചെയ്ത് കല്യാണത്തിനായിട്ട് അവൾ പോയതാണ്. ഇവ ശരിക്കും പറഞ്ഞ അവന്റെ കയ്യിലെ കാശും പോയി, കടക്കാരനായി. ഏറ്റവും വലിയ വിട്ടുകഴിഞ്ഞാൽ പാസ്പോർട്ട് ഉൾപ്പെടെ പണയത്തിലായി. കടക്കാരുടെ ബഹളം കാരണം അവൻ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് മാറി താമസിക്കുകയാണ്. ജോലി സ്ഥലത്ത് പോകാൻ പറ്റാതെയായി. വേറെ ചെറിയ ഓരോ കള്ളത്തരത്തിൽ ഓരോ ചെറിയ ടെമ്പററി ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടിലായിപ്പോയി പയ്യൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകൊച്ചിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഈ കടകളിലൊക്കെ വെച്ചിരിക്കുന്ന ഡോൾ പോലിരിക്കും പെൺകൊച്ച്. അത്രയ്ക്ക് സുന്ദരിയായ ഒരു പെൺകൊച്ചാണ്. ഇവനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ പോലും ഒരു ബോഡി ഷേമിംഗ് അല്ല ഞാൻ പറയുന്നത്, മറ്റൊരു രീതിയിൽ നിങ്ങൾ കണക്കാക്കരുത്. ഈ മരുഭൂമിയിലൊക്കെ കാണുന്ന ഒരു ഓന്തുണ്ടല്ലോ, ഈ ഓന്തിന്റെ ഒരു രൂപ ചെറുക്കനെ കണ്ടു കഴിഞ്ഞാൽ ഇവനൊരു സ്വയം ഒരു ചിന്ത വേണ്ടേ? ഇത്രയും സുന്ദരിയുള്ളൊരു പെണ്ണ് എന്തിനാണ് എന്നെ സ്നേഹിക്കുന്നത്? ചില പെണ്ണുകൾക്ക് സ്നേഹിക്കുമായിരിക്കും, പക്ഷെ ആ സ്നേഹത്തിന് ആത്മാർത്ഥത ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നുണ്ടല്ലോ, പ്രവാസ ജീവിതത്തിലേക്ക് ആയാലും ശരി, വീട് വിട്ട് പുറത്ത് നമ്മൾ ജോലി ചെയ്യുമ്പോഴേ നമ്മളുണ്ടാക്കുന്ന കാശ് നമ്മൾക്ക് പ്രയോജനപ്പെടണം. ഈ ചുമ്മാ കണ്ട പെണ്ണുങ്ങൾക്ക് എല്ലാം കൊണ്ട് കൊടുത്ത് ഇപ്പം അവളുടെ ബർത്ത്ഡേക്കും ഗിഫ്റ്റ് മേടിച്ചു കൊടുത്ത് അവൾക്ക് കുറെ കാശും കളഞ്ഞ്, അല്ലെ അവിടെ ആവശ്യങ്ങൾക്ക് കൊണ്ടുകിടന്ന് ഭക്ഷണം മേടിച്ചു കൊടുത്ത്, അല്ലെ ഒക്കെ ഇത് നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ ഓക്കെ, നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ അല്ലെ കളയുന്നതൊക്കെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന പറയാം. വെറുതെ പച്ച വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോവും. ജീവിതം വെറുതെ കളയരുത്. ആ പയ്യന്റെ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് അവനെ ഒരു കണക്കി അവന്റെ കടങ്ങളൊക്കെ അവരെല്ലാവരും ചേർന്ന് വീട്ടി പാസ്പോർട്ടൊക്കെ വീണ്ടെടുത്ത് അവനെ നാട്ടിൽ കയറ്റി വിട്ടു. പക്ഷെ എല്ലാവരെയും സഹായിക്കാൻ ഇതുപോലെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണമെന്നില്ല. താങ്ക് യു.